السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അള്ളാഹു സുബ്ഹാനഹു തആല പരിപൂർണമായി നമ്മെ കബൂലാക്കുമാറാകട്ടെ. നമ്മെയും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവരെയും ആദരവായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മൻ കാന യർജു ലിഖാ അല്ലാഹി ഫൽയുക്രിം അഹ്ലല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ലിഖാഇനെ, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയുക്രിം അഹ്ലുല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ അഹ്ലുകാരെ ബഹുമാനിച്ചു കൊള്ളട്ടെ. തുടർന്ന് സ്വഹാബാക്കൾ ചോദിക്കുകയുണ്ടായി, ഖീല യാ റസൂലല്ലാഹ്, അല്ലയോ അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഹൽ ലില്ലാഹി അസ്സ വജല്ല അഹ്ലുൻ, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലെ, ഏകനായ തമ്പുരാന് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് കുടുംബക്കാരുണ്ടോ, അഹ്ലുകാരുണ്ടോ നബിയെ? ആ സമയത്ത് പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയുണ്ടായി, നഅം, അതെ, അള്ളാഹുവിന് അഹ്ലുകാരുണ്ട്. അതാരാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള അഹ്ലുകാർ അഹ്ലുല്ലാഹി ഫിദ് ദുനിയ അല്ലദീന യഖ്റഊനൽ ഖുർആൻ. ഈ പ്രപഞ്ച ലോകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അഹ്ലുകാരാണെന്ന് പറയുന്നത് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ ഷരീഫിനെ പാരായണം ചെയ്യുന്നവരാകുന്നു. അലാ മൻ അക്രമഹും ഫഖദ് കറമഹുല്ലാഹ്. പ്രവാചകർ തുടർന്ന് പറയുന്നു, ആരാണോ ആ അഹ്ലുകാരെ ബഹുമാനിക്കുന്നത്, ആരാണോ അള്ളാഹുവിൻ്റെ അഹ്ലുകാരെ ആദരിക്കുന്നവർ, അവർ അള്ളാഹുവിനെ ആദരിച്ചവരാകുന്നു. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലമായി സ്വർഗം നൽകുമെന്ന് ശഫീഉൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ അഹ്ലുകാരാണെന്ന് പറയുന്നത് അവൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പാരായണം ചെയ്യുന്നവരാകുന്നു. ആ അള്ളാഹുവിൻ്റെ അഹ്ലുകാരാകുന്ന പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പാരായണം ചെയ്യുന്ന ആ വ്യക്തിപ്രഭാവങ്ങളെ ആരാണോ അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നവർ, അവർ അള്ളാഹുവിനെ നിന്ദിച്ചവരായി വഅദ്ഖലഹുന്നാർ, അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ അഹ്ലുകാരാകുന്ന പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പാരായണം ചെയ്യുന്നവർ ഈ പ്രപഞ്ച ലോകത്തിൽ അള്ളാഹുവിൻ്റെ കുടുംബക്കാരാകുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമരെന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ ശ്രേഷ്ഠത തീരുന്നില്ല. അള്ളാഹുവിൻ്റെ അഹ്ലുകാരെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷണം നൽകി ആ മഹത്തുക്കളായ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പാരായണം ചെയ്യുന്നവർ ഈ ലോകത്ത് ഒരിക്കലും തന്നെ മറ്റൊരാളോട് അസൂയ വയ്ക്കാൻ പാടുള്ളതല്ല. അൽ ഹസദ് യഅ്കുലുൽ ഹസനാതി കമാ തഅ്കുലുൻ നാറുൽ ഖതബ. വിറകിനെ എപ്രകാരമാണോ അഗ്നിഗോളം ഭസ്മമാക്കുന്നത്, അപ്രകാരം തന്നെ സൽക്കർമ്മങ്ങളെ അസൂയ നശിപ്പിച്ചു കളയുമെന്ന് പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു. എന്നാൽ അസൂയ വയ്ക്കൽ അനുവദനീയമായ രണ്ട് കൂട്ടരെന്ന് പറയുന്നത്, അതിൽ ഒന്നാമത്തെ കൂട്ടർ സമ്പത്തുണ്ടാവുകയും അത് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ മാർഗത്തിൽ ഇങ്ങനെ ചിലവഴിക്കുകയും വാരിക്കോരി ചിലവഴിക്കുന്ന ഒരു വിഭാഗം ആളുകളാകുന്നു. രണ്ടാമത്തെ വിഭാഗമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പാരായണം ചെയ്യുന്നവർ, ആ പകലില്ലാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമ് പാരായണം ചെയ്യുന്ന ഒരു വിഭാഗത്തോട് അസൂയ വയ്ക്കാം. അവരുടെ ആ ഓതലിലും അതുപോലെ അവർ ചെയ്യുന്നതായ ആ സൽക്കർമ്മങ്ങളിൽ അള്ളാഹുവെ കൂടെ എത്താൻ കഴിയുന്നില്ലല്ലോ, അതുപോലെ കൂടെ എത്തണമെന്നുള്ള മത്സര ബുദ്ധിയോടുകൂടി അവരോട് അസൂയ വയ്ക്കൽ അനുവദനീയമാണ്.
അവരോട് അസൂയ വയ്ക്കൽ കൊണ്ട് നമ്മുടെ സൽക്കർമ്മങ്ങൾ ഒരിക്കലും തന്നെ നഷ്ടപ്പെട്ടു പോവുകയില്ല. ബാക്കി ഏത് കാര്യത്തിനും അസൂയ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമലുകളെ വിറക് എപ്രകാരമാണോ തീ ഭക്ഷിക്കുന്നത് അപ്രകാരം സൽക്കർമ്മങ്ങളെ നശിപ്പിച്ചു കളയും. അതുപോലെ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയുണ്ടായി, പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പാരായണം ചെയ്യുന്നവർക്ക് മറ്റുള്ളവർ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് എന്തെല്ലാം കാര്യങ്ങളാണോ ആവശ്യപ്പെടുന്ന ദുനിയവിയും ഉഖർവിയുമായ നന്മകൾ, അത് എല്ലാ നന്മകളും ചോദിക്കാതെ തന്നെ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് പറയുമ്പോൾ, ആ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് രാപകലില്ലാതെ പാരായണം ചെയ്യുവാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ارحمنا بالقرآن العظيم واجعله لنا إماما ونورا وهدى. اللهم ذكرنا منا ما نسينا وعلمنا منا ما جهلنا وارزقنا تلاوة آناء الليل وأطراف النهار يا رب العالمين. آمين يا رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.